ബി.ജെ.പി നന്നാവണമെങ്കിൽ ഒരു നേതൃമാറ്റം ആവശ്യമെന്നാണ് അണികൾ പറയുന്നത്. ബി.ജെ.പിയെ സ്നേഹിക്കുന്ന അണികൾ പറയുന്നത്. ഇപ്പോഴത്തെ നിലവിലെ അധ്യക്ഷൻ സുരേന്ദ്രന് ബി.ജെ.പിയെ നയിക്കാനുള്ള കഴിവില്ല എന്നുള്ള ആരോപണങ്ങളാണ് പലരും ഉന്നയിക്കുന്നത്. ആ സ്ഥാനത്തേക്ക് എം.ടി. രമേശോ ശോഭാ സുരേന്ദ്രനോ വരണം. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും തലപ്പത്തേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരുന്നത്. ബി.ജെ.പിയിൽ അങ്ങനെ ഒരു മാറ്റം വന്നാൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയെയും ഒരുപോലെ മാറാൻ പ്രേരിപ്പിക്കില്ലേ? ശോഭ സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന വിശ്വാസം ബി.ജെ.പി അണികൾക്കുണ്ടായിട്ടുണ്ട്. ബി.ജെ.പി അണികൾക്ക് മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും അങ്ങനത്തെ ഒരു അഭിപ്രായം ഉയർന്നു വരുന്നു, അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശോഭയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. കാരണം ശോഭ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നടത്തിയ മത്സരങ്ങൾ, ആ മത്സരങ്ങളിലെല്ലാം തന്നെ സ്ഥിരമായി ബി.ജെ.പിക്ക് എത്രമാത്രം വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതിനൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ, അതിനേക്കാൾ വളരെ കൂടുതൽ വോട്ടുണ്ടാക്കാനായിട്ടുള്ളൊരു കഴിവ്, വോട്ട് ക്യാച്ചർ എന്ന നിലക്ക് ശോഭ സുരേന്ദ്രൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ബി.ജെ.പിയുടെ അണികളുടെ ഒരു വലിയ പ്രതീക്ഷയായിട്ട് ശോഭ സുരേന്ദ്രൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ശോഭയെ വിളിക്കൂ, ബി.ജെ.പി രക്ഷിക്കൂ എന്ന് പറയുന്നതായിട്ടുള്ള മുദ്രാവാക്യം പല സ്ഥലങ്ങളിലും പോസ്റ്റർ രൂപത്തിലും അല്ലെങ്കിൽ അണികളുടെ അഭിപ്രായ പ്രകടനങ്ങളായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള നമുക്കറിയാം. ഇപ്പോൾ ബി.ജെ.പി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത്, ബി.ജെ.പിക്ക് നല്ലൊരു നേതൃത്വം കേരളത്തിലുണ്ട് എന്ന് കേരളത്തിലെയോ പുറത്തുള്ള ബി.ജെ.പിക്കാർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പുതിയ ഒരു നേതാവ് വേണം എന്ന് അഭിപ്രായം ശക്തമായിരിക്കുന്നു. നിലവിലുള്ള പ്രസിഡന്റിനെതിരെ, സുരേന്ദ്രനെതിരെ ശക്തമായിട്ടുള്ള അഭിപ്രായം പല ഭാഗങ്ങളും ഉയർന്നു വന്നിരിക്കുന്നു. പാർട്ടിക്കകത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വിഭാഗീയതയും പലതരത്തിൽ പ്രകടമാക്കുകയും അത് പലപ്പോഴും ഈ തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നു. പക്ഷേ ഇങ്ങനെ ചർച്ച ഇപ്പോൾ നടക്കുന്ന സമയത്ത് ആരുടെ മുന്നിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു എനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് ശോഭ സുരേന്ദ്രൻ ഒരു സ്ത്രീയാണ് എന്നുള്ള വിഷയമാണ്. നേരത്തെ എന്നോട് സംസാരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അധ്യക്ഷ പദവിയിലേക്ക് ഇതുവരെയായിട്ടും ഒരു സ്ത്രീ വന്നിട്ടില്ല. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരു സ്ത്രീ എന്നതിനെക്കുറിച്ച് അവർ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. CPM-ന് ഒരു മുഖ്യമന്ത്രി സ്ത്രീ ഉണ്ടാവും എന്നുള്ള ചർച്ച പല ഘട്ടങ്ങളിലും നടന്നിരുന്നു. കാരണം അതിന് KR ഗൗരിയെ പോലെയുള്ള വളരെ പ്രശസ്തയും പ്രഗത്ഭയുമായിട്ടുള്ള ഒരാൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഗൗരിയമ്മ വരും എന്ന് കരുതപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കേരന്തെങ്ങും കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉയർന്നു വന്നത്. മണികളൊക്കെ ആവേശത്തോടെ വിളിച്ച മുദ്രാവാക്യം. പക്ഷേ മുഖ്യമന്ത്രി ആക്കാനായിട്ട് പാർട്ടി തയ്യാറായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ടികളിലും നിലനിൽക്കുന്ന ഒരു പുരുഷാധിപത്യം എന്ന് പറയുന്ന ഒരു ഹെജിമണി ഉണ്ട്. ആ ഹെജിമണി നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് അല്ലെ പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭ സുരേന്ദ്രനെ കൊണ്ടുവരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പുകളിലെല്ലാം മത്സരിക്കാനായിട്ട് കൊണ്ടുപോകാവുന്ന, തിടമ്പേറ്റാവുന്ന വലിയ ഒരു കഥാപാത്രമായിട്ട് ശോഭ സുരേന്ദ്രൻ മാറുകയും ശോഭ സുരേന്ദ്രൻ അത്തരത്തിൽ അംഗീകാരം കിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ്റെ പേര് ബി.ജെ.പി അണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വീകാര്യമാണ്. പക്ഷേ എങ്കിലും ഈ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നാൽ അത് മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പുരുഷാധിപത്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നിലനിൽക്കുന്ന പുരുഷാധിപത്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കഥാപാത്രങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത് ശരിയാണ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു പിന്തുടർച്ച മാത്രമാണ്. ആ പിന്തുടർച്ച അവകാശത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ സ്ത്രീകൾ വരുന്നു, സോണിയാഗാന്ധി വരുന്നു, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചരിത്രം നിർമ്മിച്ചത് ബംഗാളിൽ മമത, അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ അവിടെ ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു വനിത ഉയർന്നു വന്നു. തമിഴ്നാട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ജയലളിത എന്ന് പറയുന്ന ഒരു പ്രതിഭാസം രൂപപ്പെട്ടു. ഇതൊക്കെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന അപൂർവമായിട്ടുള്ള സംഭവമാണ്. മമതാ ബാനർജി ആയിക്കഴിഞ്ഞാലും മായാവതി ആയാലും അതേപോലെ തന്നെ
എന്താണ് ജയലളിത ആയിക്കഴിഞ്ഞാലൊക്കെ അതൊക്കെ അപൂർവ പ്രതിഭാസങ്ങൾ മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു നൈരന്തര്യ പ്രക്രിയയിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ ഉയർന്നു വരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ എന്താണ് സിംഹാസനാരോഹണം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെയും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതങ്ങനെ തന്നെ ഒരു ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വോട്ട് നേടാനായിട്ട് ശോഭ കൊള്ളാം, എന്നുവെച്ചാൽ വോട്ടർമാരെ ആകർഷിക്കാനായിട്ടുള്ള ഒരു മാസ്മരികമായിട്ടുള്ള കഴിവുണ്ട് എന്ന് അവരെല്ലാവരും അംഗീകരിക്കും. പക്ഷേ സംഘടന കൈകാര്യം ചെയ്യാനായിട്ട് ശോഭയ്ക്ക് എന്താണ് കഴിയും എന്നുള്ള ചോദ്യമായിരിക്കും ബി ജെ പിയിൽ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരും എന്ന് പറയുന്നതായിട്ടുള്ള പ്രതീക്ഷകളെ, അതിൽ നിൽക്കുന്ന ആണത്തം, അതിൻ്റെ പുരുഷാധിപത്യം അത് വെട്ടും എന്ന് തന്നെയാണ് നമുക്ക് കരുതാം. പക്ഷേ ഈ നമ്മുടെ കെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ള, കാരണം ആരോഗ്യ മേഖലയിൽ ശൈലജ ടീച്ചർ കൈവരിച്ച നേട്ടങ്ങൾ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വലിയ രീതിയിൽ വികസിപ്പിക്കാൻ ശൈലജ ടീച്ചർ എടുത്ത മുൻകൈയൊക്കെ നമ്മൾ നിപ്പ വൈറസിൻ്റെയും കോവിഡ് സമയത്തും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടെയാണ് ശൈലജ ടീച്ചർ വിജയിച്ചതും. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരട്ടെ എന്നെല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്തതാണ്. പക്ഷെ പാർട്ടി ശൈലജ ടീച്ചറിനെ തള്ളിക്കളയുന്ന, അടിച്ച ഒരു പദവിയും കൊടുക്കാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ശബരിമലയിലൊക്കെ സ്ത്രീകളെ കയറ്റി സമത്വം വേണമെന്ന് പറഞ്ഞപ്പോൾ വനിതാ മതിൽ കെട്ടിയവരാണ് ഈ സഖാക്കൾ, ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് പോലും ഒരു സ്ത്രീ ഒരു മാറ്റം ഞങ്ങളിലൂടെ ആവട്ടെ ഇത്തരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അവർ അത്തരത്തിലൊരു ചിന്തയിലേക്ക് പോകാത്തത്? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എല്ലാ പാർട്ടികളിലും അധികാരം എന്ന് പറയുന്നത് ആണുങ്ങളുടെ കയ്യിലിരിക്കണം എന്ന് പറയുന്നതായിട്ടുള്ള ചിന്തയാണ്. അത് പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരാണും അതേപോലെ തന്നെ ഒരു പെണ്ണും തമ്മിലാണ് മത്സരം എന്ന് വിചാരിക്കുക. ജയസാധ്യത എന്ന് പറയുന്ന ആണുങ്ങൾക്കാണ്. സ്ത്രീകൾ വളരെ കുറച്ച് മാത്രമല്ലേ ജയിക്കുന്നത്. അവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വളരെ വിരളമാണ്. പിന്നെ അത്ര ഷുവറായ, ഉറപ്പായ സീറ്റിൽ അവരെ നിർത്തിയാൽ മാത്രമേ അവർക്ക് ജയിച്ച് കയറാൻ കഴിയൂ. അതല്ലാതെ മത്സരിച്ച് ജയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അത് പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യമാണ്. ആലപ്പുഴയിൽ അന്ന് ഷാനിമോൾ ഉസ്മാൻ തോറ്റുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ ഒരു സ്ത്രീയാണ് എന്ന് മാത്രമല്ല ഒരു മുസ്ലിം വനിതയാണെന്നാണ്. ഇതൊട്ടും ഒരു മുസ്ലിങ്ങളുടെ ഭാഗത്താണ് ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഉയർച്ച സ്ത്രീകൾക്ക് നൽകാനായിട്ട് അനുവദിക്കപ്പെടാത്തത്. നമുക്ക് മുസ്ലിം ലീഗിൻ്റെ കാര്യം പരിശോധിക്കും. മുസ്ലിം ലീഗിന് ഒരു MLA ഉണ്ടോ സ്ത്രീകൾ എന്നാൽ? ഇതുവരെയായിട്ട് എത്രയോ ഉറച്ച സീറ്റുകളാണ് അവർ നിർത്തിയാൽ എന്തായാലും അവർ ജയിക്കും. പക്ഷേ അവർ ജയിപ്പിക്കില്ല നിർത്തില്ല. നിർത്താത്തതിൻ്റെ കാരണം ഇതാണ്. അതായത് നിർത്തുകയാണെങ്കിൽ തന്നെ വല്ല തോൽക്കുന്ന സീറ്റുകളിൽ കൊണ്ടേ നിർത്തും എന്നല്ലാണ്ട്, അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നതിൻ്റെ ഫലമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പുരുഷാധിപത്യ സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് അതിശക്തമായിട്ടുള്ള വിമർശനം അവർക്കെതിരെ ഉയർന്നതിൻ്റെ പേരിലാണ് അവർ ചില സ്ഥലത്തൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനെ കുറിച്ചാണ്. അത് ജയിക്കുന്ന സ്ഥലത്തല്ല എന്നാണ്. കാരണം അത്ര ഷുവറായിട്ട് അവർക്ക് മാത്രം ജയിക്കാൻ പറ്റുന്ന എത്രയോ സീറ്റുകളുണ്ട്. അവിടെയെങ്കിലും നിർത്തി ഒരു മുസ്ലിം വനിതയെ അവർ MLA ആക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും. അപ്പോൾ ഇതെല്ലാ പാർട്ടികളിലും ഉണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ വന്ന് വീഴുന്നത് ഇടതുപക്ഷത്തു നിന്ന് മാത്രമാണ്. എന്തെങ്കിലും സാധ്യത എന്ന് പറയുന്നത് അവരാണ് പല സ്ഥലത്തൊക്കെ സ്ത്രീകളെ നിർത്തി ജയിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. BJP പല സ്ഥലത്തും സ്ത്രീകളെ നിർത്തുന്നുണ്ട് ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ജയിക്കില്ല എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അത് മാറണം. അതൊക്കെ മാറി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അത്തരം മാറ്റങ്ങളുണ്ടായാൽ മാത്രമാണ് സ്ത്രീകൾ ഉയർന്നു വരുന്നതിനെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷയോടുകൂടി രാഷ്ട്രീയത്തെ കാണാനായിട്ട് കഴിയും. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ ഉയർന്നു വരണം എങ്കിൽ അങ്ങനത്തെ ഒരു സമീപനം വേണ്ടി വരും. കേരളത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിലാണ്. കാരണം 33% സീറ്റ് അവർക്ക് സംവരണം ചെയ്യപ്പെട്ടപ്പോഴാണ്. അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, നഗരസഭ അധ്യക്ഷന്മാർ, കോർപ്പറേഷൻ ചെയർപേഴ്സൺ, അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളുണ്ടല്ലോ, അതൊക്കെ മേയർമാരെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ സ്ത്രീ സംവരണം വരുന്ന ഇതിൻ്റെ പേരിൽ മാത്രമാണ് നമുക്ക് കേരളത്തിൽ മേയർമാരായിട്ട് സ്ത്രീകളുണ്ടായത്. അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺമാരായിട്ട് സ്ത്രീകളുണ്ടായത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് സ്ത്രീകളുണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അത് ആ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ.
അത് മാറണം. ഉം. ഈ സ്ത്രീ സമത്വം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കി മാറ്റണമെങ്കിൽ ഒരുപാട് മേഖലയിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. തൊഴിലിടങ്ങളിലൊക്കെ പല സ്ഥലത്തും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഉം. ഇപ്പോൾ നമുക്ക് KSRTC കണ്ടക്ടർമാർ, ഉം. അതേപോലെ തന്നെ അതെ, അതെ. സൈന്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വനിതകളെ കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ഉള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്ന്, പാർട്ടിയൊന്നും അതിൻ്റെ അകത്തൊരു പ്രശ്നമല്ല, എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറേ ഇടങ്ങളിലേക്ക് സ്ത്രീകൾക്ക് കടന്നു വരാൻ കഴിയും. തീർച്ചയായും. അങ്ങനെ സ്ത്രീകൾക്ക് ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒരു ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. അത് ബോധപൂർവം ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നണികളോ, ബിഹൈൻഡ് ദ കർട്ടൻ നമുക്ക് വിശേഷിപ്പിക്കാം, കർട്ടന് പിന്നിൽ ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള ഹസ്തങ്ങളാണ് സ്ത്രീകൾക്കുള്ള ഈ സാധ്യതകൾ എന്ത് ചെയ്യുന്നത് തട്ടിത്തെറിപ്പിക്കുന്നത്. ശോഭ സുരേന്ദ്രൻ അധ്യക്ഷയാകണ്ട എന്ന് തീരുമാനിക്കപ്പെടുന്നത് അങ്ങനെയുള്ള ഹസ്തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും. അല്ലെങ്കിൽ അണികളെല്ലാം ആഗ്രഹിക്കുന്ന രീതിയിൽ ശോഭ തന്നെ വേണമെങ്കിൽ BJPയുടെ കേരളത്തിലെ അധ്യക്ഷയായിട്ട് വരാവുന്നതാണ്. അതെ, തീർച്ചയായും.